ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഒരു ലോൺ വോൾഫും കാര്യങ്ങളും കളിക്കുകയാണ്. നമ്മൾ ഈ അക്കൗണ്ട് നമ്മൾ ചെറിയൊരു രൂപ അക്കൗണ്ടാണ്. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ അക്കൗണ്ടിലാണ് നമ്മളെ കുറേ കളക്ഷനും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ നമ്മളത് ഹോണർ സ്കോർ ആയതുകൊണ്ട് നമ്മളിന്നൊരു ലോൺ വോൾഫ് കളിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും കളി സ്റ്റാർട്ടാവുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് കളി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് M80 എടുക്കാം അല്ലേ. ഓക്കെ, നമ്മൾ ഈ കണ്ണെടുത്തിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് എനിമിനെ നമുക്ക് അടിക്കണം. ഏത് എനിമി പ്രോ പ്ലെയർ ആണെന്നൊന്നും അറിയില്ല. എന്നാലും നമുക്ക് ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. അതോ എനിമിനെ കണ്ടിട്ടുണ്ട്. എനിമി ഓക്കെ ഗൈസ് അവൻ നമ്മളടിക്കാൻ വന്നിട്ടുണ്ട്. ഡാമേജ് കൊടുത്തിട്ടുണ്ട്. എടാ എനിക്ക് ചാൻസ് കിട്ടിയടാ. പ്രോ പ്ലെയർ ആണോ? എൻ്റെ ഗ്ലൂകളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും നമുക്ക് തിരിച്ചടിക്കണം. ഈ റൗണ്ടിലെങ്കിലും നമുക്ക് തിരിച്ചടിക്കണം. കാരണം അവൻ അത്രക്കും അഹങ്കാരമുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ച് പിന്നെ നമുക്ക് അടിക്കാൻ പോവാം. ഇതിൽ നമ്മൾ അടിക്കും. ലാഗായില്ല. ഗൈസ് നമ്മൾ ഈ റൗണ്ടിൽ പൊട്ടിയിട്ടുണ്ട്. ലാഗായതുകൊണ്ട് മാത്രമല്ല അവൻ ജയിച്ചത്, അല്ലെങ്കിൽ നമ്മൾ ജയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ എന്തായാലും ഇതാക്കും. അതിൽ AWM എടുത്താൽ മതിയായിരുന്നു ഗൈസ്. അടുക്ക് ഗൈസ് അതിൻ്റെ അടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇത് ഉറപ്പാണ് നമ്മൾ അടിക്കും. അവൻ അങ്ങനെ വിട്ടാൽ പാടില്ല. അവനക്ക് ആ സമയത്ത് അവിടെ നമ്മൾ അടിക്കാൻ പറ്റിയിരുന്നു. ഗൈസ് ഇതിൽ നമ്മൾ എന്തായാലും അടിക്കും. ഗൈസ് അടി ഗൈസ് അടിച്ചിട്ടുണ്ട്. ഗൈസ് ഒന്നുകൂടി അടിച്ചാൽ ഗൈസ് നമ്മൾ അവനെ ഒന്നുകൂടി അടിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ് നമ്മൾ അവനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ 1-2 3 നമ്മളവനെ ഇതെല്ലാം അടിക്കും. ഇതിൽ നമുക്ക് അടിക്കണം ഗൈസ്. അങ്ങനെ വിട്ടാൽ പാടില്ല ഗൈസ്. എടാ ഇവനെന്താണ് എപ്പോഴും ഇങ്ങനത്തെ ബോംബറി? നമുക്ക് വേറൊരു പണിയില്ലേ ഗൈസ്? ഓക്കെ അടി ഗൈസ് അവൻ അടിച്ചിട്ടുണ്ട്. അവനെ നമ്മൾ അടിക്കാൻ വേണ്ടി വെടി വെക്കുമ്പത്തിന് അവനെ നമ്മളെ അടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്തായാലും ഈ കളി നോക്കട്ടെ ഗൈസ്. ഈ കളി അവളെ MP40 എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മളെന്തെല്ലാം അടിക്കും ഗൈസ്. അടിക്കണം. നമുക്ക് അടിക്കണം. നമുക്ക് അവൻ്റെ മോന്തൊക്കെ അടിക്കണം. നമുക്ക് അവിടെ തന്നെ അടിക്കണം. ഗൈസ് നമ്മൾ അവൻ്റെ വിചാരം നമ്മൾ ഇട്ടത് സ്ഥലത്ത് നമ്മൾ നിൽക്കണമെന്ന പൊട്ടൻ്റെ വിചാരം. അപ്പം നമ്മൾ നേരെ ഈ സൈഡിൽ നമ്മൾ വന്നുകൊണ്ട് മൂഞ്ചി. എന്തായാലും നമുക്ക് ഗൈസ് നമ്മൾ ഹെൽത്ത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇമോട്ടിട്ട് ഷോ ഇറക്കാം. ഗൈസ് ഒന്നുകൂടി നമുക്ക് അടിക്കണം. 3-2 ഞാൻ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ അടിക്കും. നമുക്ക് അടിക്കണം. നമുക്ക് ഇവിടെ തന്നെ അടിക്കണം. അവൻ്റെ ഹെഡ് തന്നെ നമുക്ക് അടിക്കണം. നല്ല അടിക്കണം അവൻ്റെ മോന്തക്ക്. ഇനി അടിക്കണം നമുക്ക് ഗൈസ്. നമുക്ക് അവൻ്റെ നമ്മൾ അവിടെ നിൽക്കണമെന്ന അപ്പം കിട്ടണമെന്ന് അവൻ കരുതണത് അവൻ നിൽക്കുന്ന സ്ഥലത്താണ് നമ്മൾ പോയിക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ കയറാൻ പോയിക്കണം. നമുക്ക് വേഗം ഇറങ്ങി നിൽക്കാം. കണ്ടു തോന്നുന്നുണ്ട് ഗൈസ്. നമ്മളവിടെ നിൽക്കുന്നുണ്ടെന്ന് കണ്ടു തോന്നുന്നുണ്ട്. അതുകൊണ്ട് കണ്ടിട്ടുണ്ട് ഗൈസ്. അടിക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഈ പൂവാളും ഇട്ടുകൊണ്ട് അടിക്കാൻ പറ്റില്ല. ഓക്കെ നമ്മൾ ഈ കളി തോൽക്കുക ഗൈസ്. തോൽക്കൊന്നുമില്ല അല്ലേ. നമുക്ക് നോക്കാം. ഇത് ഓക്കെ ഓന് നേരത്തെ നമ്മൾ എടുത്തിക്കണ AK-47 എടുത്തോ. പിന്നെ AK-47 വെടിക്കണം എന്നല്ല. കാരണം അവൻ്റെ ഡാമേജ് അത്രയും കുറയും. നമുക്ക് അടിക്കാൻ പോവാം. നമ്മൾ ഫ്രണ്ടായിട്ട് കാര്യമില്ല. അവൻ അടിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടായിട്ട് തീരെ കാര്യമില്ല. ഞാനെന്താ എഴുതിയെന്ന് വെച്ചാൽ ഫ്രണ്ടായി നിൽക്കുമ്പോൾ അവൻ്റെ ഹെഡിന് കൊടുക്കാനൊന്നും കളി എന്തായാലും മോചിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു കളി മൂഞ്ചൽ കളിയായിരുന്നു. ലോൺ വോൾഫ്
മൂഞ്ചൽ ലോൺ വോൾഫ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ബൈ ബൈ. ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക.